ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു കടയുടെ റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ ദുബായ് ഗിസൈസിലുള്ള ബിരിയാണി കട എന്നാണ്. നിങ്ങൾ അതിൻ്റെ പോസ്റ്റർ കണ്ടല്ലോ അല്ലേ? പോസ്റ്റർ അല്ല, ടേബിൾ മാറ്റാണ്. അപ്പം ബിരിയാണി കടയാണ് നമ്മുടെ ദുബായ് ഗിസൈസിലെ. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ ബിരിയാണി കഴിക്കാൻ കയറിയേക്കുവാണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നെ നമുക്ക് ജ്യൂസും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളവിടെ കയറി. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ ഒരുപാട് ബിരിയാണിയുടെ പേര് പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് അനുയോജ്യമായിട്ട് തോന്നിയത് എന്താ പറയുന്നത്, റെയിൻബോ ബിരിയാണിയാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പം അതിന് മുന്നേ നമ്മുടെ ഇലയിലാണ് ഇത് കഴിക്കുന്നത്. എല്ലാവിധ തൊട്ട് കൂട്ടാനുള്ള ഐറ്റംസൊക്കെ ആസ് യൂഷ്വൽ എത്തിയിട്ടുണ്ട്. ആ ബീട്രൂട്ട് അച്ചാറൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ആദ്യം ആ സ്റ്റാർട്ടറായിട്ടൊരു ഡ്രിങ്ക് തന്നായിരുന്നു. അപ്പം അതൊക്കെ നല്ല രുചിയായിരുന്നു അതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻബോ ബിരിയാണി. ഇത് 7 ടൈപ്പ് എന്നാ പറയുന്നത് സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ചിക്കനുണ്ട്, പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, വറുത്ത ചിക്കനുണ്ട്, പിന്നെ കിങ് ഫിഷ് ഉണ്ട്, ദെൻ മട്ടൺ ഉണ്ട്, പിന്നെ കുട്ടനുണ്ട്. കുട്ടൻ എന്ന് വെച്ചാൽ മൂരിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് 7 സാധനങ്ങൾ, 7 ഐറ്റം. മുട്ടയുണ്ട്. 7 ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ബിരിയാണി റെയിൻബോ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അൺലിമിറ്റഡ് റൈസാണ്. അപ്പം ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി 5 പേര്. അപ്പം അവർ വീണ്ടും ഞങ്ങൾക്ക് പീസൊക്കെ തന്നു. എല്ലാം കഴിച്ചു കഴിഞ്ഞ് നല്ല സൂപ്പർ ഒരു സുലൈമാനിയും കൂടെ ഒരു ഐസ്ക്രീമും, കുഞ്ഞൊരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ജീരകശാല അരിയായിരുന്നു, നല്ല പ്രോപ്പറായിട്ട് എല്ലാം. മട്ടണൊക്കെ നല്ലതായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു. മസാലയൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് മസാലയേ ഉള്ളൂ, അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ദുബായ് ഗിസൈസിലാണ് ബിരിയാണി കട. നല്ല അടിപൊളി ഒരു കടയാണ്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടം.